നമ്മൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ പല വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. ഓരോ ആഴ്ചയും പുതിയ ഓരോരോ വിവാദങ്ങൾ ഇങ്ങനെ വരും. SIR വരും, NRC വരും, CAA വരും, ഹിജാബിൻ്റെ വിഷയം വരും, അതിൻ്റെ അപ്പുറത്ത് മുത്തലാഖ് വരും, അതിൻ്റെ ഇടയ്ക്ക് വഖഫ് വരും. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ പകച്ചു നിൽക്കേണ്ടവരാണോ നമ്മൾ? ഓരോന്നിനും നല്ല ക്ലാരിറ്റി വേണം. എന്നിട്ട് വീട്ടിൽ സംസാരിക്കണം, റോട്ടിൽ സംസാരിക്കണം, ബസ്സിൽ സംസാരിക്കണം, ബസ് സ്റ്റോപ്പിൽ സംസാരിക്കണം, ഓഫീസിൽ സംസാരിക്കണം. വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാകണം. അതിനുള്ള വഴി എന്താണ്? നേർപഥം വാരികയുടെ ആദ്യത്തെ പേജുകൾ ഇത്തരം ചില കാര്യങ്ങളാണ് സാധാരണ പറയാറുള്ളത്. ശരിക്കും പഠിച്ച് അവലോകനം നടത്തിയ ലേഖനങ്ങളാണ്. ഞാൻ പറയുന്നത് കറണ്ട് സിനാരിയോ ശരിയാം വിധം സമൂഹത്തിന് കൊടുക്കുന്നത് മാത്രമല്ല, അത് കണ്ടശയാക്കിയിട്ട് അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറ വായിക്കുകയാണ്. 10-20 വർഷങ്ങൾക്ക് അപ്പുറം കേരളത്തിൻ്റെ ഹിസ്റ്ററിയാണത്, ഇന്ത്യയുടെ ചരിത്രമാണത്. അപ്പോൾ അത് ആ നേർപഥം ഇറങ്ങണമെങ്കിൽ 550 രൂപ കൊടുത്ത് നമ്മളൊക്കെ അത് വാങ്ങുന്നൊരു രൂപം വേണം. നമ്മുടെ വക ഒരു കോപ്പി ചാനൽ പ്രവർത്തകർ, മീഡിയ പ്രവർത്തകർ, ഇവിടുത്തെ പൊതുസമൂഹം ഇവരുടെയൊക്കെ അടുത്തേക്ക് എത്താനുള്ള വലിയൊരു പരിശ്രമം നമ്മളെല്ലാവരും നടത്തണം. ആ മാസിക എടുത്ത് നോക്കിയാൽ നിങ്ങൾ കാണാം, അതിൽ സംഘടനാ പ്രമോഷൻ അല്ല ഉള്ളത്, മറിച്ച് ആശയപരമായ കൈകാര്യകർത്തൃത്വമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് 550 രൂപ കൊടുത്ത് നേർപഥം വരിചേരാൻ, പുതിയ വരിക്കാരിലേക്ക് എത്താൻ എല്ലാവരുടെയും പരിശ്രമം ഉണ്ടാവണം എന്നീ ഘട്ടത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും.